അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഞാൻ പതിവിലും നേരത്തെ ആയിരുന്നു എണീറ്റുണ്ടായിരുന്നത്. ഇന്ന് വടകര പോകാനുണ്ട്. ഫാനും കണി കണ്ട് ഞാനിതാ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പല്ല് തേച്ച് വന്നപ്പോൾ അമ്മ പറഞ്ഞ് കുളിച്ചിട്ട് ചായ എടുത്ത് തരാം. അപ്പം ഞാനതുവരെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മ കുളിച്ച് വന്നപ്പോൾ ചായ എടുത്തു തന്നു. ചപ്പാത്തിയും പട്ടാണിക്കറിയും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളത്. നല്ല മഴ ആയതുകൊണ്ട് ഞാനിന്ന് ചൂടുവെള്ളത്തിലാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. അതും തല നനച്ചിട്ടില്ല. പിന്നെ ഞാനിതാ നാൾ വാങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ആവാം. ഫൗണ്ടേഷൻ ഇട്ടു, റോസ് പൗഡർ ഇട്ടു, പിന്നെ എൻ്റെ വാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ് ഇട്ടു, മാല ഇട്ടു, കമ്മൽ ആദ്യം ഞാൻ ഊരി. ഒരു സ്റ്റഡായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഊരിയിട്ട് ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പുള്ളൊരു കമ്മലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് താഴെ മേലെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ. പിന്നെ പൊട്ട് ഞാനിന്ന് സ്റ്റിക്കാണ് തൊട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക്. ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പോണിറ്റെയിലും കെട്ടിയതാ ഇതേപോലെ. ഞാൻ വെട്ടിയ മുടി മുന്നോട്ട് ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവർ കോക്കല്ലൂരേക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാലശ്ശേരി എത്തിയപ്പം ഞങ്ങൾ നടന്നു. കിച്ചുവാണ് മുന്നിൽ പോകുന്നത്. ഞാനും അച്ഛനും അമ്മയും ഇതാ ബാക്കിൽ ഇങ്ങനെ വരുന്നുള്ളൂ. കുഞ്ഞുണ്ട് കേട്ടോ അവരെ കൂടെ. അപ്പോൾ കിച്ചു പറഞ്ഞ് വേഗം വാ, നമുക്ക് വരുന്ന ബസ്സിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അത് ആ വരുന്ന കുട്ടി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ബസ് ഇവിടേക്ക് എത്തുമ്പോഴേക്ക് എന്താ ഫോൺ എന്തോ സംഭവിച്ച് കട്ടായിപ്പോയി. ഞങ്ങൾ കയറിയതാ യാത്ര ഇങ്ങനെ പുറപ്പെട്ടു. അത്യാവശ്യം തോനെ ദൂരം ഉണ്ട് കേട്ടോ. ഒരു 2-3 മണിക്കൂറുണ്ട് ആണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങളിതാ കൊയിലാണ്ടി നന്ദിയിലെത്തിയപ്പം കുക്കു ആൻറ്റീനെ, പാച്ചുക്കുട്ടീനെ പിന്നെ പാപ്പനൊക്കെ കൂട്ടാണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരേ സമയത്തായിരുന്നു കേട്ടോ. ഇന്നത്തെ ക്യാമറാമാൻ കിച്ചുവാണ്. മുന്നിൽ തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് കൊടുത്തതാണ് ക്യാമറ. അത് ആ കാറിലാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുക്കു ആൻറ്റിയും അതേപോലെ പാച്ചുവായിരുന്നു ഈ ഒരു ഇതിൽ കയറുന്നുണ്ടായിരുന്നത് ബസ്സിൽ. അവരെ കൂട്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അതാ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാനും നേഹാൻ്റെയും അമ്മിണി ആൻറ്റിയോടെ ആയിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുന്നുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. ഞാൻ അവിടുന്ന് നല്ല ഹോർലിക്സും അതേപോലെ എപ്പോൾ തന്നത് അവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേരം ബിരിയാണിയും ചിക്കനും അതേപോലെ തൈരും മാങ്ങാച്ചാറും പിന്നെ എന്തോ ഒരു ചിക്കൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ തന്നു. ഞങ്ങൾ 1-1:30 ആയപ്പോൾ ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ ബസ് കയറി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാ ഞങ്ങൾ പോകുന്നത് വേറൊരു വഴിയിലായിരുന്നു. അത് ചെറിയൊരു വഴിയായിരുന്നു കേട്ടോ. പോകുമ്പോൾ ഞാനും നേഹാൻ്റെയും അമ്മിണിയാൻ്റെയും തന്നെയായിരുന്നു കുത്തിയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്കുള്ളൊരു ചെറിയ തോടാണ് കേട്ടോ. ഇതുണ്ട് നല്ലൊരു നീല കളറിൽ തെളിഞ്ഞൊരു കുളമാണ് ഇത് കാണുന്നത്. പിന്നെ മീക്കുട്ടി ചിരിക്കുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതായിരുന്നു. അവൾ ചിരി നിർത്തി കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. പിന്നെ പോകുന്ന വഴിക്ക് മനോഹരമായൊരു എന്താ പറയുക വയൽ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ വയൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഞങ്ങൾ കോക്കല്ലൂരെത്തി. ഞങ്ങൾ ഇറങ്ങി. അതാ ഞാൻ ബാക്കിലത്തെ സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
അപ്പോൾ അവർ പോയി, ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങളും വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് എത്തി. ഇനി ഡ്രസ്സൊക്കെ ഊരണം. ഞാൻ ആദ്യം തന്നെ മാലയായിരുന്നു ഊരിയിട്ടുണ്ടായിരുന്നത്. മാല കുറച്ച് പൊട്ടാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഊരി വെച്ചു. എൻ്റെ കമ്മൽ ഊരി വെച്ചു, ടിക്ക് ഊരി വെച്ചു, മുടി മുകളിലോട്ട് പൊന്തിച്ച് കെട്ടി വെച്ചു കേട്ടോ. എന്നിട്ട് കോട്ടൊക്കെ അയച്ചിട്ട് വാച്ച് ഊരി വെച്ചു, ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ അച്ഛൻ്റെ കൂടെ പീടികയിൽ പോയിട്ട് ഓർബിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പട്ടാണി വാങ്ങിച്ച്. പിന്നെ ഇതൊരു കയ്പുള്ള മുട്ടായി തിന്നിട്ട് കുഞ്ഞുൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല കയ്പ് നല്ല പുളിയൊക്കെ ഉള്ള ഒരു മുട്ടായി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അമ്മമ്മ വീഡിയോ കോൾ ചെയ്തപ്പോൾ കുഞ്ഞ് കളിക്കുന്ന വിക്രസാണ് നിങ്ങളവിടെ കാണുന്നത്. പിന്നെ ഞാനിതാ പഴംപൊരി ഉണ്ടാക്കാൻ അമ്മേനെ സഹായിക്കുമായിരുന്നു. പഴമൊക്കെ പൊളിച്ചിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന പഴംപൊരി ഇങ്ങനെ ഓരോന്നായിട്ട് കഴിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ പഴംപൊരിയും അതേപോലെ ഓർലിക്സും ആയിരുന്നു കേട്ടോ. പിന്നെ അത് അന്നേരം കൊണ്ടുവന്ന ഉലുവ ജീരകമൊക്കെ ഞാൻ പെട്ടിയിലേക്ക് ആക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു തിങ്കളാഴ്ചത്തേക്ക്, അത് ചെയ്തു. പിന്നെ ബഷീർ ദിനത്തിൻ്റെ ക്വിസ് കിച്ചുവിന് നാളെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വെറുതെ ഒന്ന് 2-3 മാർക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ച് അതൊക്കെ നോക്കി. പിന്നെ ഹിന്ദീൻ്റെ എക്സാം ആയിരുന്നു ചൊവ്വാഴ്ച, അതൊക്കെ നോക്കി. പിന്നെ ഗാലക്സി ഫിൽറ്റേഴ്സിൻ്റെ ഒരു മുട്ടായി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അതാ ചോറും തിന്ന് മുടി മുകളിലോട്ടേക്ക് പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലൊരു ബണ്ണ് വെച്ചിട്ടാണ് മുറുക്കി കെട്ടാറ്. പിന്നെ ഞാൻ കുറച്ച് വിക്സ് തേച്ചു. എനിക്ക് തലവേദനയായിട്ട് ഞാൻ കുറച്ച് വിക്സൊക്കെ തേച്ചിട്ട് കിടന്നിട്ടുണ്ട്. എന്നിട്ട് കിച്ചുവിൻ്റെ ബോട്ടിൽ അവൻ കാണാതെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അവൻ കണ്ടിട്ടില്ല, അവൻ കണ്ടാൽ എനിക്ക് തരില്ല. ഞാനിതാ ഫാൻ ഇട്ടിട്ട് ലൈറ്റൊക്കെ മറ്റേ LED ലൈറ്റ്, LED അല്ല സീറോ ബൾബൊക്കെ ഓൺ ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡേ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബായ്.